വാണിയൻകുളം കൺവെൻഷൻ പെന്തക്കോസ്തിന്റെ തനിമയിൽ ആത്മശക്തിയുടെ നിറവോടെ ദൈവത്താൽ നടത്തപ്പെടുന്ന ചർച്ച് ഓഫ് ഗോഡ് ഗോസ്പൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 13 മുതൽ 19 വരെ വാണിയൻകുളം അവിൽമിൽ റോഡിന് സമീപം നടക്കുന്നു. ദേവദാസന്മാരായ ജി രാജു, ജെയ്സ് പാണ്ടനാട്, ലിബിൻ കാക്കനാട്, ബിനു പൗലോസ്, ബൈജു തിരുവനന്തപുരം, സുനി ഐക്കാട്, കെ രഞ്ജിത്ത്, സന്തോഷ് കമ്പം എന്നിവർ വചന പ്രഘോഷണം നടത്തുന്നു. ഓൾമൈറ്റി വർഷിപ്പ് ടീമിനൊപ്പം സംഗീത സാന്ദ്രമായ ആരാധനയും രോഗികൾക്കായി പ്രത്യേക പ്രാർത്ഥനകളും ഈ മഹായോഗത്തിന്റെ സവിശേഷതയാണ്. ആത്മീയ ഉണർവിന്റെ ഈ വചന വിരുന്നിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9946862010. ദേശമംഗലത്ത് തനിച്ച് താമസിച്ചിരുന്ന വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുതിയ വഴിത്തിരിവ്. ആദ്യഘട്ടത്തിൽ കൊലപാതകമെന്ന് സംശയമുണ്ടായിരുന്നുവെങ്കിലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ദേശമംഗലം പഞ്ചായത്തിലെ കടുകുശ്ശേരിയിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊലപാതകത്തിന്റെ ലക്ഷണങ്ങളില്ലെന്ന പ്രാഥമിക നിഗമനം. മരണകാരണം ഹൃദയസ്തംഭനമാണെന്നാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ പ്രാഥമിക വിലയിരുത്തലെന്ന് ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായർ അറിയിച്ചു. തച്ചംകുന്ന് തച്ചോത്ത് വീട്ടിൽ 70 വയസ്സുള്ള സഫിയയെയാണ് ഞായറാഴ്ച രാത്രി 7 മണിയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തനിച്ചു താമസിച്ചിരുന്ന സഫിയ രാത്രികാലങ്ങളിൽ അയൽ വീടുകളിലാണ് അന്തിയുറങ്ങാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവരെ കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ മൂക്കിൽ നിന്നും രക്തം വന്ന നിലയിലായിരുന്നു. കൂടാതെ സഫിയ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്നും ശരീരത്തിൽ ചില മുറിവുകളുള്ളതായും ബന്ധുക്കൾ ആരോപിച്ചതോടെയാണ് മരണത്തിൽ കൊലപാതക സാധ്യതയുണ്ടെന്ന സംശയമുയർന്നത്. ജനവാസ മേഖലയിൽ നിന്നും മാറി ഒറ്റപ്പെട്ട പാടശേഖരത്തിന് സമീപമാണ് സഫിയയുടെ വീട് സ്ഥിതി ചെയ്യുന്നതെന്നും ഈ സംശയത്തിന് ആക്കം കൂട്ടി. തുടർന്ന് കുന്നംകുളം ACP, ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായർ, SI ജസ്റ്റിൻ KR എന്നിവരടങ്ങിയ പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച രാവിലെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ പ്രാഥമിക നിഗമനത്തിൽ കൊലപാതകത്തിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല. മരണകാരണം ഹൃദയസ്തംഭനമാണെന്നാണ് സൂചനയെങ്കിലും ബന്ധുക്കൾ ഉന്നയിച്ച ആഭരണങ്ങൾ നഷ്ടപ്പെട്ടെന്ന പരാതിയും കൈകളിലെ പാടുകളും പോലീസ് ഗൗരവമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ശാസ്ത്രീയമായ കൂടുതൽ പരിശോധനാ ഫലങ്ങൾ വന്നതിനു ശേഷം മാത്രമേ മരണത്തിൽ പൂർണ്ണമായ വ്യക്തത വരികയുള്ളൂവെന്നും പോലീസ് അറിയിച്ചു.